എല്ലാവർക്കും നമസ്കാരം. പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കുന്ന റിപ്പീറ്റേഴ്സ് ജെയ് മെയിൻ 2026 ബാച്ചുകളിലേക്ക് എങ്ങനെ ഏറ്റവും അനായാസം രജിസ്റ്റർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അവിടെ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് റിസൾട്ടായിട്ട് നമുക്കിവിടെ നമ്മുടെ പാലാ ബ്രില്യൻറ്റിൻ്റെ സൈറ്റ് വന്നിട്ടുണ്ട്. brilliantpala.org എന്ന സൈറ്റ്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫർ ചെയ്യുന്ന വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്കിവിടെ കാണാം. സ്ക്രീൻ ടെസ്റ്റ്, ലോങ് ടേം, ബ്രിഡ്ജ് കോഴ്സ്. പക്ഷേ നമുക്ക് വേണ്ടത് റിപ്പീറ്റേഴ്സ് നീറ്റ് ജെഇ ഡിസൈൻ എന്ന ഈ ഒരു ലിങ്കാണ്. ആ ഒരു ലിങ്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നമുക്ക് ഒരുക്കിയിരിക്കുന്ന വിവിധ റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. റിപ്പീറ്റേഴ്സ് 2026 ജെഇ മെയിൻ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സിൻ്റെ ഒരു ലിങ്ക് നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് റിപ്പീറ്റേഴ്സ് ജെഇ മെയിൻ കോഴ്സിലേക്കുള്ള എക്സ്ക്ലൂസീവ് പേജ്. ഈ ഒരു വലതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ രജിസ്റ്റർ, റിക്വസ്റ്റ്, കോൾ ബാക്ക്, കോഴ്സ് ബ്രോഷർ, അങ്ങനെ അനേകം ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനായ രജിസ്റ്റർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പോൾ ഇങ്ങനൊരു വിൻഡോയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം സ്റ്റുഡൻറ്റ് ഐ ഡി ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബ്രില്യൻ പാലയുടെ മറ്റേതെങ്കിലും ഒരു കോഴ്സിൽ മുൻപ് തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ഐ ഡി കാണും. ആ സ്റ്റുഡൻറ്റ് ഐ ഡി നിങ്ങളുടെ പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഐ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് നഷ്ടമായി എന്നിരിക്കട്ടെ, ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റുഡൻറ്റ് ഐ ഡിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾ ഉപയോഗിച്ച മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ നമ്പറിലേക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഐ ഡിയും പാസ്വേഡും ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈറ്റിൽ വരുന്നതെങ്കിൽ ഇവിടെ ഒരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനാദ്യമായിട്ട് ഇവിടെ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സൈനപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മുടെ സ്റ്റുഡൻറ്റ് നെയിം, നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്. ആ പാസ്വേഡ് ഒന്നും കൂടി അടിക്കുക. എന്നിട്ട് ഈ ഒരു ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ കൊടുക്കുക. അവിടെ പ്രോസസ്സിംഗ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് നമുക്കിപ്പോൾ ഒരു OTP വരും. ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അത് അവിടെ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നു, സൈനപ്പ് സക്സസ് ആയി എന്ന് കാണിക്കുന്നു. യെസ്, അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു പേജിലാണ്. ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ സെലക്ട് ക്ലാസ് സ്റ്റഡിങ് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് കാണാൻ പറ്റും. നമുക്കറിയാം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് +2 ശേഷം നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നൊരു കോഴ്സാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും അവസാനമായി ഫോർ ക്ലാസ് 12th പാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എത്തി നിൽക്കുന്നത് പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നമുക്കായി ഒരുക്കിയിരിക്കുന്ന വിവിധ റിപ്പീറ്റേഴ്സ് കോഴ്സുകളിലേക്കുള്ള കോഴ്സുകളുടെ ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട റിപ്പീറ്റേഴ്സ് 2026 നീറ്റ്, IIT JEE, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോച്ചിങ്ങിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ റിപ്പീറ്റേഴ്സ് 2026 സ്ക്രീനിങ് ടെസ്റ്റ് ഡേറ്റ് വരുന്നത് 2025 മെയ് 28 നമ്മുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് ചേരുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ക്രൈറ്റീരിയാസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബോർഡ് തല എക്സാംസിൽ നിങ്ങൾ കിട്ടിയ മാർക്ക്, അതുപോലെ തന്നെ പ്രീവിയസ്ലി നടന്ന ജെഇ മെയിൻസ് 2025 നിങ്ങൾക്ക് കിട്ടിയ പെർസെൻറ്റൈൽ സ്കോർ. ഈ സ്കോറുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചുകളിലേക്ക് അഡ്മിഷൻ, അതായത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഇൻ കേസ് ആ ഒരു ക്രൈറ്റീരിയാസ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതിനായി ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നടത്തുന്ന ഒരു ടെസ്റ്റാണ് നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മെയ് 28 സ്ക്രീനിങ് ടെസ്റ്റ്. പല സെൻറ്ററിലായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ കാണുന്ന റിപ്പീറ്റേഴ്സ് 2026 സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ലിങ്ക് ഇവിടെ ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന എക്സാം സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫീയും അടയ്ക്കുക. ഈ 2 അനായാസ സ്റ്റെപ്പുകളിലൂടെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വശത്തായിട്ട് നമുക്ക് കാണാവുന്നതാണ് റിപ്പീറ്റേഴ്സ് 2026 നീറ്റ്, IIT JEE, അതുപോലെ തന്നെ BE ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള ലിങ്ക്. യെസ്, അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ വിവിധ റിപ്പീറ്റേഴ്സ് കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് തന്നെ, ഡീറ്റെയിൽഡ് ലിസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാവുന്നതാണ്. ആദ്യമേ തന്നെ നീറ്റ് മെഡിക്കൽ ഓഫ്ലൈൻ്റെ റിപ്പീറ്റേഴ്സിൻ്റെ ലിങ്ക് കിടക്കുന്നു. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റേഴ്സ് 2026 JEE മെയിൻ ഓഫ്ലൈൻ. ഇവിടെ ഓഫ്ലൈൻ ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഓൺലൈൻ ഓപ്ഷനും ഉണ്ട്. ഈ രണ്ട് കോഴ്സുകളിലേക്കുമുള്ള നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് സെയിം ടു സെയിം ആണ്. ഇവിടെ സെൻറ്ററുകളുടെ കാര്യമൊന്നും മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഓഫ്ലൈൻ എന്ന ഓപ്ഷൻ തന്നെ നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഇവിടെ അപ്ലൈ എന്നുള്ളൊരു ബട്ടൺ നമുക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പോൾ റിപ്പീറ്റേഴ്സ് 2026 JEE മെയിൻ ഓഫ്ലൈൻ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പേജ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, അഡ്മിഷൻ ടൈം, എപ്പോഴാണ് കോഴ്സ് തുടങ്ങുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു വശത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ സെലക്ട് സെൻറ്റർ, അതുപോലെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ സെലക്ട് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഇത്രയധികം സെൻറ്ററുകൾ നമുക്ക് ഈ ഒരു കോഴ്സിനായിട്ട് നമ്മുടെ പാലാ ബിർല സ്റ്റഡി സെൻറ്റർ നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊല്ലം എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അടുത്തത് സെലക്ട് പ്രിഫേർഡ് ബാച്ച്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജൂൺ 2025 എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ജൂൺ 2025 നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്തത് നോക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ റിക്വയർഡ് അല്ലെങ്കിൽ ഡേ സ്കോളർ. നിങ്ങൾക്ക് ഹോസ്റ്റൽ റിക്വയർഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡേ സ്കോളറായിട്ട് വന്ന് പഠിക്കാനാണോ ഉദ്ദേശിക്കുന്നത്, അത് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ ഫില്ല് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഹോസ്റ്റൽ റിക്വയർഡ് എന്നാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു പേജിലേക്കാണ്. ഇവിടെ നമ്മുടെ കുറച്ച് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, അതുപോലെ നമ്മുടെ കാറ്റഗറി, അതുപോലെ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ്. അവിടെ സെലക്ട് സ്ട്രീം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ CBSE, SSLC, ICSE അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. ഞാനിപ്പോൾ ഇവിടെ CBSE ആണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. CBSE സെലക്ട് ചെയ്യുമ്പോഴത്തേനും തന്നെ നമുക്ക് കാണാം നമുക്ക് എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസിൻ്റെ ഒരു ഏരിയ കുറച്ചൊന്ന് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ആദ്യത്തേത് 10ാം ക്ലാസ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ എൻ്റർ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇയർ ഓഫ് പാസിംഗ്, അതുപോലെ നിങ്ങളുടെ റിസൾട്ട് സ്റ്റാറ്റസ്, 10ാം ക്ലാസ് മാർക്കിൽ സയൻസ്, മാത്സ് വിഷയങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക്, അതുപോലെ 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്. അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ എൻ്റർ ക്ലാസ് 12th ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെയും സെലക്ട് സ്ട്രീം ഉണ്ട്, നേരത്തെ കാണിച്ചതുപോലെ തന്നെ അതേപോലെ തന്നെയുള്ള ഓപ്ഷൻസ് ആണ് നമുക്കിവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഫോർ എക്സാമ്പിൾ CBSE ആണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. യെസ്, നേരത്തെ 10ാം ക്ലാസ്സിൻ്റെ ആ ഒരു സ്ഥലത്ത് സംഭവിച്ച പോലെ തന്നെ ക്ലാസ് 12th ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ നമ്മുടെ സ്ക്രീൻ അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. യെസ്, ഇവിടെ നമുക്ക് ഇയർ ഓഫ് പാസിംഗ്, നമ്മുടെ റിസൾട്ട് സ്റ്റാറ്റസ്, ഇവിടെ റോൾ നമ്പർ. 10ാം ക്ലാസ്സിൻ്റെ ഏരിയയിൽ ഈ ഒരു റോൾ നമ്പർ എന്ന് പറഞ്ഞൊരു ബോക്സ് ഇല്ല. +2ൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ റോൾ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ +2 നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലെ നിങ്ങളുടെ മാർക്ക്, അതോടൊപ്പം +2 നിങ്ങൾക്ക് ലഭിച്ച നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് എൻ്റർ ചെയ്തിട്ട് വരാം. യെസ്, അപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ 12th ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ പാസ്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ബോക്സ് നമുക്കിവിടെ കാണാം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്, വെയിറ്റിംഗ് ഫോർ റിസൾട്ട് അല്ലെങ്കിൽ പാസ്റ്റ്. നിങ്ങളുടെ +2 റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ റിസൾട്ടിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ വെയിറ്റിംഗ് ഫോർ റിസൾട്ട് എന്ന് കൊടുക്കുക. വെയിറ്റിംഗ് ഫോർ റിസൾട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ മാർക്കും കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇവിടെ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ പാസ്റ്റ് എന്ന് തന്നെയാണ് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാനുള്ളതായിട്ടുണ്ട്. അതായത് നമ്മുടെ JEE മെയിൻ 2025 പെർസെൻറ്റേജ് സ്കോറാണ്. 2025 JEE മെയിൻസ് എക്സാമിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയ പെർസെൻറ്റേജ്, അതുപോലെ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഷീറ്റ് എല്ലാം ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം സെലക്ട് ഇയർ, കിട്ടിയ മാർക്ക്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ അപ്ലോഡ് മാർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രസിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഇത്ര നേരം എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഒന്നുകൂടി നമുക്ക് വായിച്ച് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ളൊരു പേജാണ് ഇത്. ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കറക്ഷൻസ് വരുത്താവുന്നതാണ്. അപ്പോൾ താഴേക്ക് പോവുകയാണ് എങ്കിൽ ആ ഒരു സൈഡിലായിട്ട് കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ കോഴ്സിൻ്റെ പേര്, നമ്മൾ സെലക്ട് ചെയ്ത സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ സിറ്റിയുടെ പേര് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഫീ പേയ്മെൻ്റ് ആണ്. അതിനായി ഏറ്റവും താഴെ ഈ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ ഓപ്ഷനായി ഫുൾ പേയ്മെൻറ്റ്, അതായത് നമ്മുടെ കോഴ്സിൻ്റെ ഫീ നിങ്ങൾ ഒറ്റ തവണ അടയ്ക്കുകയാണെങ്കിൽ കോഴ്സ് ഫീയുടെ
5% നിങ്ങൾക്ക് ഇവിടെ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ദ പേ രജിസ്ട്രേഷൻ ചാർജസ്. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സ്കോളർഷിപ്പുകളും മറ്റും അവൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് മാത്രം നിങ്ങൾക്ക് അടച്ചാൽ മതി. പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് വെച്ച് നിങ്ങളുടെ ഈ ഒരു ഫുൾ പേയ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ഫീയിൽ നിന്ന് നിങ്ങൾക്ക് ഇളവുകൾ നേടാൻ പറ്റുന്നതായിരിക്കും. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ പേ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അതായത് ആദ്യമേ കണ്ട ഈ ഒരു ഫുൾ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പല തവണയായിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് നമുക്കിവിടെയുള്ള 2 മെത്തേഡ്സ് ആണ്, പേ ഓൺലൈൻ ആസ് വെൽ ആസ് പേ ബാങ്ക് ചെല്ലാൻ എന്ന് പറയുന്നത്. പേ ഓൺലൈൻ എന്ന രീതിയിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ദാ ഇവിടെ പ്രൊസീഡ് ടു പേ എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് 2 മെത്തേഡ്സ് വഴി നമ്മുടെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് റൈസർ പേ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഈസി ബസ്. നമ്മൾ പൊതുവേ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലൈക്ക് UPI ആയിക്കോട്ടെ, നെറ്റ് ബാങ്കിങ് ആയിക്കോട്ടെ, കാർഡ് മാർഗ്ഗമായിക്കോട്ടെ, എല്ലാ ട്രാൻസാക്ഷൻ രീതികളിലും നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷനായ ഓഫ്ലൈൻ മെത്തേഡിലാണ് പേയ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് ടു പേ എന്ന് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഒരു ചെല്ലാൻ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ഒരു ചെല്ലാൻ ഫോം മേടിക്കുക. ആ ചെല്ലാൻ ഫോമും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ ചെന്ന് ഓഫ്ലൈനായി ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ റിപ്പീറ്റേഴ്സ് 2026 JEE മെയിൻസ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി brilliantpala.org എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടാതെ മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ 04822206100 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.